നമസ്കാരം. രാജ്യത്ത് ഗതാഗതക്കുരുക്ക് ഒരു വലിയ വിഷയമായി തന്നെ നിലനിൽക്കുകയാണ്. മണിക്കൂറോളം രാജ്യത്തെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഒരു വലിയ ഗതാഗതക്കുരുക്കിൽ അമരുമ്പോൾ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. കൃത്യസമയത്ത് യാത്രക്കാർക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാനും സാധിക്കുന്നില്ല. നിലവിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് എയർ ടാക്സി സർവീസ് 2027 പകുതിയോടെ ആരംഭിക്കുമെന്നാണ് ദി ഇംപ്ലെയിൻ കമ്പനി അറിയിച്ചിട്ടുള്ളത്. കമ്പനിയുടെ സ്ഥാപകനും IIT മദ്രാസിലെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പിലെ ഫാക്കൽറ്റി അംഗവുമായ പ്രൊഫസർ സത്യ ചക്രവർത്തിയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. റോഡ് ഗതാഗതം കൂടുതൽ തിരക്കേറിയതായി മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ദ്രുത നഗര ഗതാഗതത്തിന് ഒരു ബദലായി ഹ്രസ്വദൂര ഇലക്ട്രിക് വിമാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രൊഫസർ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായ പ്രജ്വൽ മേത്തയും ചേർന്ന് സ്ഥാപിച്ച ഇംപ്ലെയിൻ കമ്പനി യാത്രക്കാരുടെ ഉപയോഗത്തിനും മെഡിക്കൽ അടിയന്തര സാഹചര്യങ്ങൾക്ക് വേണ്ടി കോമ്പാക്ട് ഇലക്ട്രിക് വിമാനങ്ങൾ നിർമ്മിക്കുകയാണ്. ഒരു പൈലറ്റ്, രോഗി, പരിശീലനം ലഭിച്ച നഴ്സ് എന്നിവരെ വഹിക്കാൻ കഴിവുള്ള എയർ ആംബുലൻസ് വികസിപ്പിക്കുന്നതിനാലാണ് ഈ ടീം ആദ്യഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 2 യാത്രക്കാരെയും ഒരു പൈലറ്റിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന എയർ ടാക്സി മോഡലും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോട്ടോടൈപ്പ് വിമാനങ്ങളുടെ ആദ്യ പരീക്ഷണ പറക്കലുകൾ അടുത്ത 2 മാസത്തിനുള്ളിൽ ഷെഡ്യൂൾ ചെയ്യപ്പെടും. ഈ വിമാനങ്ങളിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗിച്ച് 2026 ജൂൺ വരെ കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാകാനും കൂടുതൽ അഡ്വാൻസ്ഡ് മാറ്റങ്ങൾ വരുത്താനും സാധിക്കും. 2026 അവസാനത്തോടെ സമഗ്രമായ പരിശോധനയാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് റെഗുലേറ്ററി അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനും പരിശീലന, ലാൻഡിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിനും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ എല്ലാ അനുമതികൾക്കും തേടിയതിനു ശേഷം 2027 ജൂണിന് ശേഷം ഈ സേവനം വാണിജ്യപരമായി ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രൊഫസർ ചക്രവർത്തി പറയുന്നത്. വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് സാധ്യമാണ്. ഇതിനൊരു റൺവേയുടെ ആവശ്യമില്ല. ഒരു ഡ്രോൺ പോലെ കുത്തനെ ടേക്ക് ഓഫ് ചെയ്ത് ഒരു വിമാനം പോലെ പറക്കുകയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. 300 മീറ്ററിനും 1 കിലോമീറ്ററിനും ഇടയിലുള്ള ഉയരത്തിൽ പറക്കുന്ന ഒരു ചാർജിങ്ങിൽ ഏകദേശം 100 കിലോമീറ്റർ ദൂരം പോകാൻ ശേഷിയുണ്ട്. ഇൻട്രാസിറ്റി യാത്രകൾക്ക് ഇത് മതിയാകും. റോഡ് മാർഗം 1 മണിക്കൂർ എടുക്കുന്ന യാത്രകൾ 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ യാത്ര പൂർത്തിയാക്കാൻ കഴിയും. ഇത് വളരെ വേഗത്തിൽ യാത്രകൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്നതാണ്. മികച്ച ശേഷിയും സുരക്ഷയും ഉറപ്പാക്കുന്നു. സ്വയം പ്രവർത്തിക്കുന്ന കാറുകൾക്ക് സമാനമായ ക്യാമറകൾ, സെൻസറുകൾ, ഓട്ടോമേഷൻ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി പരിശീലനം ലഭിച്ച ഒരു പൈലറ്റും ഇതിലുണ്ടാകും. ഒരു സാധാരണ ടാക്സി യാത്ര ചെലവിന്റെ ഏകദേശം 1.5 മടങ്ങ് കൂടുതൽ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണ വിമാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറഞ്ഞ പ്രവർത്തന ചെലവാണ് ഇതിൽ ഉള്ളത്. യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുന്നത് കൂടുതൽ പ്രയോജനകരമാണ്. ഏകദേശം 6000 കിലോഗ്രാം ഭാരമുള്ള ഹെലികോപ്റ്ററുകളെ അപേക്ഷിച്ച് എയർ ടാക്സികൾക്ക് ഏകദേശം 2500 കിലോഗ്രാം ഭാരമാണ് പ്രൊഫസർ ചക്രവർത്തി വിശദീകരിക്കുന്നത്. എയർ ടാക്സികൾക്ക് ലാൻഡിങ്ങിന് 4000 ചതുരശ്ര അടി മാത്രമേ ആവശ്യമുള്ളൂ. സാധാരണ വിമാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവ് സ്ഥലം മതിയെന്നാണ് മറ്റൊരു പ്രത്യേകത. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ എയർ ടാക്സി സേവനം എവിടെ ആരംഭിക്കുമെന്ന് വ്യക്തമല്ല എങ്കിലും അടിയന്തര പ്രതികരണം, മെഡിക്കൽ ഗതാഗതം, നഗരങ്ങളിലെ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കൽ എന്നിവയിൽ ഈ പദ്ധതി സുപ്രധാനമായ പങ്ക് വഹിക്കുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.